ഹലോ ഗൈസ്, പൗനരാഗതിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഓണത്തോട്ട് മനോഹർ വരുവാണ് കേട്ടോ. എന്നിട്ട് പറയും, മോള് വന്നിരിക്കും കുറച്ച് നേരം, കുഞ്ഞിൻ്റെ അനക്കമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് പറയും, ഭയങ്കര ചവിട്ടും തൊഴിയൊക്കെയാണ് മോൻ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയും, മോനാന്ന് ഉറപ്പിച്ചോ? ആദ്യത്തെ കുഞ്ഞ് മോൻ മതിയെന്നാണ് എനിക്ക് മനുവേട്ട എന്ന് പറയുമ്പോഴേക്കും മനുവേട്ടനെ പോലെ ഒരു മോൻ എന്ന് പറയുമ്പോൾ മനോഹർ ഇങ്ങനെ ചിന്തിക്കുക, എന്നെപ്പോലെ ഒരു മോനാണെങ്കിൽ അവൻ എത്ര കെട്ടുന്നു, എത്ര പെണ്ണുങ്ങളുടെ ജീവിതം കളയുന്നു ഒന്നും പറയാൻ പറ്റുമല്ലോ എന്ന്. അതിപ്പോൾ മനോഹർ പറയും, ആദ്യത്തെ മോള് ആവണമെന്നായിരുന്നു എനിക്ക്, പക്ഷേ എന്താണേലും കുഴപ്പമില്ല എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, എന്നിട്ട് നമ്മൾ സരി പറയുവാണ്, ഇപ്പോൾ ഒട്ടും സമയം എൻ്റെ കൂടെ ഇരിക്കുന്നില്ല മനുവേട്ടൻ, ആകെ തിരക്കാം, ഡെലിവറി ആവാറായപ്പോഴത്തേക്ക് പറയുമ്പോൾ മനു പറയുകയാണ്, അത് മോളെ ഞാനിവിടെ വന്നിട്ട് 1 വർഷമായല്ലോ, ഡെലിവറി വരെയെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് ഓർത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം ബിസിനസ്സും കാര്യമൊക്കെ ആയിട്ട് അടുത്ത 2 ആഴ്ച ഞാൻ തിരക്കായിരിക്കും, കാരണം പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് വന്നല്ലേ എല്ലാം ചെയ്യുന്നത്, അങ്ങോട്ട് പോലും ഞാൻ പോകുന്നില്ലോ എന്ന് പറയുമ്പോൾ സരി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മനുവേട്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടെ കാർത്തികയുടെ പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെല്ലുവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ തൊഴിലാളി പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച തന്നെ വാർപ്പ് തീരേണ്ടതായിരുന്നു, പക്ഷെ മഴ കാരണം കുറച്ചുകൂടെ മുമ്പോട്ടായിപ്പോയി, എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാം സാറേ എന്ന് പറയുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഇല്ലയെന്ന് ഓർത്ത് പണിക്കൊരു കുറവും വരേണ്ട, നല്ല കാര്യമായിട്ട് തന്നെ ചെയ്തോളൂ, ഞങ്ങൾ ബാക്കിയെല്ലാം ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയുവാണ്. എന്നിട്ട് കിരൺ പറയുന്നുണ്ട് കല്യാണിയോട്, നിന്നോട് തന്നെ പെയിൻറ്റിൻ്റെ ഇതും ബാക്കി കാര്യങ്ങളും സീനും ഇൻറ്റീരിയറൊക്കെ നോക്കിക്കോളാനാണ് മാഡം പറഞ്ഞ്, അത് നീ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, നേരെ അതിനുവേണ്ടി എത്ര ചിലവഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് മാഡം പറഞ്ഞതെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, ചെറിയ തുകയെ തന്നെ നല്ല രീതിയിൽ നമുക്കത് ചെയ്തു കൊടുക്കണം എന്ന് പറയുവാണ് കേട്ടോ. ഈ സമയത്ത് പ്രകാശൻ അവിടെ വന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് കാർത്തിക മോളുടെ സ്ഥലമൊക്കെ ഇങ്ങനെ കയറി കാണുവാണ് കേട്ടോ, കൺസ്ട്രക്ഷനൊക്കെ. അപ്പോഴേക്കും ആ തൊഴിലാളിയോട് പറയുകയാണ്, മര്യാദയ്ക്ക് പണിയെടുക്കണോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വിടും എന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഞങ്ങളൊരു ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, സാറ് പറയുന്ന പോലെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല, പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ മര്യാദയ്ക്ക് തന്നെ പണിയെടുക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴും പ്രകാശൻ അയാളോട് പറയുകയാണ്, ഞാൻ തീരുമാനിക്കും നീ ഇവിടെ പണിയെടുക്കണമെന്ന്, ഇതെൻ്റെ മോളുടെ കൺസ്ട്രക്ഷനാണ് നടക്കുന്നതെന്ന് പറയും. അപ്പോൾ അവരൊരിക്കും, കാർത്തിക മേഡം ഇപ്പം തൊട്ടാ സാറിൻ്റെ മോളായെന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ ചുമ്മാ കളിയാക്കി പറയുന്നുണ്ട്, എനിക്ക് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യയിലുള്ള മോളാന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മേഡം സാറും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞോളാൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് പ്രകാശനെ താഴേക്ക് പറഞ്ഞു വിടുവാണ്. അപ്പോൾ കൂടെ പണിയെടുക്കുന്ന ചേച്ചിമാർ പറയുന്നുണ്ട്, ഇത് നമ്മുടെ കല്യാണി മേഡത്തിൻ്റെ അച്ഛനല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേ. ആ സമയത്ത് കിരണും കല്യാണിയും കൂടെ വട്ടത്തിലിങ്ങനെ നടക്കാൻ നേരത്ത് ഒരു ബ്രിക്ക് എടുത്ത് താഴോട്ടിട്ട് നോക്കുമ്പോൾ അത് പൊട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ചെന്നിട്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് ചോദിക്കുവാണ്, സൈറ്റ് സൂപ്പർവൈസർ എവിടെയോടും, ഇത് കണ്ടില്ല, ഇതെന്ത് പെട്ടെന്ന് പൊട്ടിപ്പോയത്, ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ കൊണ്ടുവരാൻ പറയണം, അതിനൊരു തടസ്സവും കാണിക്കരുതെന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ ഇവരെ രണ്ടുപേരെയും കാണുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, നിങ്ങളാണോ ഇത് പണിയിക്കുന്നത് എന്നിങ്ങനെ പുച്ഛത്തിൽ ചോദിക്കുവാണ്. അപ്പം തിരിച്ച് കിരൺ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണോ ഇവിടെ കാര്യം എന്ന് ചോദിക്കും, പറയും, ഇതിനെല്ലാം മേൽനോട്ടം വയ്ക്കുന്നത് ഞാനാണ്, എന്നെയാണ് നമ്മുടെ കാർത്തിക മോൾ ഇതെല്ലാം ഏൽപ്പിച്ചേക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുന്ന കിരണും കല്യാണിയും ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ എല്ലാ കൺസ്ട്രക്ഷനും കമ്പനിയും ഫുഡ്സും എല്ലാം ഇപ്പം ഞാനാണ് നോക്കുന്നത്, നീ ഇവിടെ നിന്ന് കട്ടുമുടിപ്പിക്കാൻ നോക്കണ്ട എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, കല്യാണി പറയുന്നുണ്ട്, കട്ടുമുടിപ്പിക്കുന്ന ഞാനല്ലോ, കള്ളനാരാന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കേട്ട പ്രകാശനം ദേഷ്യം എന്നിട്ട് പറയാം, എൻ്റെ മോൻ കട്ടുന്നുണ്ടെങ്കിൽ ഇവൻ അതിലും വലിയ കള്ളനാ, ഇവന് സിമെൻറ്റും സാധനങ്ങളൊക്കെ കട്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുവാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട്, താൻ എന്നെ പട്ടിയെന്നും പൂച്ചയെന്നൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, 2 ആഴ്ച മുമ്പ് എൻ്റെ വീടിന് മുമ്പിൽ പട്ടി വാലാട്ടുന്ന പോലെ വന്നു നിന്ന് ആരാന്ന് ഞങ്ങൾക്കും അറിയാമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന പ്രകാശം പറയുകയാണ്, ഞാൻ തീരുമാനിക്കും നീ ഇവിടെ പണിയെടുക്കണോ വേണ്ടയോ എന്ന്, നിൻ്റെയൊക്കെ ഞാനത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇവരും പറയുന്നുണ്ട്, അങ്ങനെ ആയിക്കോട്ടെ, താൻ എന്താണെന്ന് വെച്ചാൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പോവാണ്. നേരെ ഇറങ്ങുന്ന പ്രകാശം വണ്ടിയുടെ അവിടെ ചെന്നിട്ട് ആലോചിക്കുവാണ്, ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവും, അതിനു മുമ്പ് ഞാൻ തന്നെ വിളിച്ച് കാർത്തിക മോളോട് പറയണം എന്ന് പറഞ്ഞ് പ്രകാശം കാർത്തികനെ വിളിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടെ കാർത്തികയുടെ ഓഫീസിൽ ചെല്ലുന്നതാണ്. ഓഫീസിൽ ചെന്നിട്ട് പറയുകയാണ്, കാർത്തികേച്ചി ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇന്ന് അവിടെ ഒരാൾ വന്നിരുന്നു, അത് എൻ്റെ അച്ഛനാണെന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇവളുടെ ചെറുപ്പത്തെപ്പറ്റിയും ഇവളുടെ സഹോദരനെ പറ്റിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇവളുടെ അച്ഛൻ്റെ ക്രൂരതകളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ മനുഷ്യനാണ് പ്രകാശൻ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം നമ്മുടെ കാർത്തിക മനസ്സിൽ പറയും, എല്ലാം എനിക്കറിയാം കിരണേ, നിങ്ങൾക്കറിയുന്നതിന് മുമ്പേ എനിക്കറിയാം, പക്ഷേ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇവരോടൊരു അടുപ്പവും ഇല്ലാത്ത രീതിയിൽ പറയുവാണ്,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല പ്രകാശൻ. പ്രകാശൻ എൻ്റെ അച്ഛൻ്റെ രൂപസാദൃശ്യമുണ്ട്. ഞാൻ അച്ഛനായിട്ട് തന്നെയാണ് കാണുന്നത്. അച്ഛനായിട്ട് കാണുന്ന നില എനിക്ക് അച്ഛനെ പോലെ തന്നെയാണ്. പിന്നെ അച്ഛനിങ്ങനെയൊന്നും അല്ല എന്നോട് പറഞ്ഞത്. അച്ഛൻ 2 പെൺമക്കളുണ്ടായിരുന്നു, ഏറ്റവും ഇളയ മകനല്ലാതെ. ആ പെൺമക്കളെ 2 പേരെയും അച്ഛൻ കണ്ണിലെ കൃഷ്ണമണികളെ പോലെ നോക്കിയിരുന്നേ, തലയിലും താഴെയും വെക്കാതെ. ആ പെൺമക്കൾ എന്താ ലാസ്റ്റ് ചെയ്തതെന്നും അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന കിരൺ ആകെ അപ്സെറ്റ് ആവുകയാണ്. എന്നിട്ട് കിരൺ ആണെങ്കിൽ ശരിക്കുള്ള കാര്യങ്ങൾ, കല്യാണിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് കാർത്തിക പറയുവാണ്, അതിപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സൈഡിൽ ന്യായീകരിച്ചല്ലേ പറയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുവാണ്. കല്യാണിയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മാഡം, ഞങ്ങളാരെയും ന്യായീകരിച്ചൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങളുള്ള സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴും കാർത്തിക് ഇവർക്കെതിരായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കുവാണ്. എന്നിട്ട് പറയാണ്, അച്ഛനെ എനിക്ക് എന്തായാലും ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് പാവമാണ് എൻ്റെ അച്ഛൻ. പിന്നെ എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് അവനോടുള്ള അസൂയ കൊണ്ടാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കിയത്, ജയിലിൽ കയറ്റിയെന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുന്നു, അസൂയ? അവനോട് എന്തിനു അസൂയ? അവൻ കള്ളത്തരം കാണിച്ചതിൻ്റെ പേരിലാണ് കയറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കിരൺ പറയുന്നുണ്ട്, എന്തേലും ആയിക്കോട്ടെ, പക്ഷേ ആ പുള്ളി അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി അവിടെ കൺസ്ട്രക്ഷൻ തുറന്നു പോകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ തൊഴിലാളികളെ ഒന്നും ഭരിക്കാനും പറ്റില്ല എന്ന് പറയുവാണ്. ഇത് കേട്ട കാർത്തിക പറയുവാണ്, ഒരു കാരണവശാലും അച്ഛനെ മാറ്റാൻ പറ്റത്തില്ല, അച്ഛനെ മാറ്റിക്കൊണ്ട് കൺസ്ട്രക്ഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. നിങ്ങൾക്കതിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചോളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന കിരണും കല്യാണിക്കും ആകെ ഷോക്കാവുകയാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.